VPS Lakeshore SKN40 കേരള യാത്ര സമാപനം കോഴിക്കോട് ബീച്ചിൽ ഏപ്രിൽ 20 ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക്. നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. പൊടിക്കാറ്റിൽ മുങ്ങി UAE. പൊടിക്കാറ്റിൽ കാഴ്ചപരിധി കുറഞ്ഞതിനാൽ പലയിടത്തും വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. താപനിലയിലും വർധനയുണ്ട്. ഇന്നലെ ഉച്ച മുതലാണ് UAEയിലെ പലയിടങ്ങളിലും പൊടിക്കാറ്റ് ശക്തമായത്. മണിക്കൂറിൽ 25 കിലോമീറ്റർ മുതൽ മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ വരെയാണ് കാറ്റ് വീശുന്നത്. ശക്തമായ കാറ്റ് മൂലം ദൂരക്കാഴ്ച കുറഞ്ഞതിനാൽ പലയിടത്തും വാഹന ഗതാഗതം ഉൾപ്പെടെ തകരാറിലായി. ദുബായ്, അബുദാബി, അലൈൻ, അൽദഫ്ര പ്രദേശങ്ങളിലാണ് പൊടിക്കാറ്റ് രൂക്ഷമായത്. ഇന്ന് താപനിലയിലും വർധന ഉണ്ടായിട്ടുണ്ട്. 37 ഡിഗ്രി വരെയാണ് ഇന്ന് രേഖപ്പെടുത്തിയ താപനില. നാളെ അത് 40 വരെയായി ഉയരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. നാളെയും ശക്തമായ പൊടിക്കാറ്റ് അനുഭവപ്പെടുമെന്നാണ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ്. പൊടിക്കാറ്റിൽ കാഴ്ചപരിധി കുറയാൻ സാധ്യതയുള്ളതിനാൽ വാഹനമോടിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും അബുദാബി പോലീസ് നിർദ്ദേശിച്ചു. വാഹനമോടിക്കുമ്പോൾ ഫോൺ ഉപയോഗവും കാലാവസ്ഥയുടെ വീഡിയോകൾ എടുക്കുന്നതും ഒഴിവാക്കണമെന്നും അധികൃതർ താമസക്കാരോട് അഭ്യർത്ഥിച്ചു. 24 ദുബായ്. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ റിയാദിൽ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനം വൈകുന്നത് കേസ് ഡയറി ഉൾപ്പെടെയുള്ള ഒറിജിനൽ രേഖകൾ കോടതിയിൽ ലഭ്യമല്ലാത്തതിനാലെന്ന് റിയാദിലെ അബ്ദുൾ റഹീം നിയമസഹായ സമിതി ഭാരവാഹികൾ അറിയിച്ചു. അടുത്ത മാസം 5-ന് കേസ് പരിഗണിക്കുമ്പോൾ രേഖകൾ കോടതിയിൽ ലഭ്യമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അബ്ദുൾ റഹീമിന്റെ മോചന ഹർജി 11ാം തവണയും മാറ്റിവെച്ച സാഹചര്യത്തിലാണ് ഇത് സംബന്ധിച്ച വിശദീകരണവുമായി നിയമസഹായ സമിതി വാർത്താസമ്മേളനം നടത്തിയത്. കേസ് ഡയറി ഉൾപ്പെടെയുള്ള ഒറിജിനൽ രേഖകൾ ഗവർണറേറ്റിൽ നിന്നും കോടതിയിൽ എത്താത്തതുമൂലമാണ് മോചനം വൈകുന്നത്. മറ്റുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. രേഖകൾ കോടതിയിലേക്ക് അയച്ചിട്ടുണ്ടെന്നും അടുത്ത സിറ്റിംഗിൽ അനുകൂലമായ വിധി പ്രതീക്ഷിക്കുന്നതായും ഭാരവാഹികൾ അറിയിച്ചു. ഇതിന്റെ ഒറിജിനൽ രേഖകൾ വേണം, ഇതിന്റെ ഹാർഡ് കോപ്പി വേണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ നിന്ന് ഗവർണറേറ്റിലേക്ക് ലെറ്റർ അയക്കുകയും ആ ലെറ്ററിന്റെ മറുപടിക്ക് വേണ്ടിയിട്ടാണ് പലതവണയും സിറ്റിംഗ് മാറ്റിവെച്ചിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ഏപ്രിൽ 14-ാം തീയതി വരെയുള്ള സിറ്റിങ്ങിലും കൃത്യമായിട്ട് അതിൻ്റെ താഴെ മിനിറ്റ്സിൻ്റെ താഴെ ഈ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഇതിൻ്റെ മുആമല വറക്കി അതിൻ്റെ ഹാർഡ് കോപ്പി ആവശ്യപ്പെട്ടുകൊണ്ടാണ്. ഈ റമദാന് മുമ്പായിട്ട് തന്നെ പെരുന്നാളിന് മുമ്പായിട്ട് തന്നെ 18-ാം തീയതി ഗവർണറേറ്റിൽ നിന്ന് കോടതിയിലേക്ക് മഹ്കമ ജസായിയയിലേക്ക് രേഖകൾ അയച്ചതിൻ്റെ പ്രൂഫ് നമ്മുടെ അടുത്തുണ്ട്. റഹീമിനെതിരെ ക്രിമിനൽ കോടതി പുറപ്പെടുവിച്ച വധശിക്ഷ ഉത്തരവ് ഈ വിധി ശരിവെച്ചുകൊണ്ട് 2023 ഒക്ടോബർ 6-ന് സൗദി സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് ദിയാധനം സ്വീകരിച്ച ശേഷം 2024 ജൂലൈ 2-ന് വധശിക്ഷ റദ്ദു ചെയ്ത ഉത്തരവ് കൊല്ലപ്പെട്ട ബാലൻ അനസൽ ഷെഹരിയുടെ കുടുംബ അഭിഭാഷകന്റെ പേരിൽ കോടതി കൈമാറിയ 1.5 കോടി റിയാൽ ചെക്കിന്റെ പകർപ്പ് എന്നീ രേഖകൾ നിയമസഹായ സമിതി മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചു. ഇതിനു പുറമെ വധശിക്ഷ റദ്ദു ചെയ്ത ശേഷം സമർപ്പിച്ച മോചന ഹർജിയിൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ 21 മുതൽ ഈ മാസം 14 വരെ നടന്ന 11 സിറ്റിംഗുകളുടെ നടപടിക്രമങ്ങളും തീരുമാനങ്ങളും വിശദമായ മിൻസും നിയമസഹായ സമിതി മാധ്യമപ്രവർത്തകരെ കാണിച്ചു. അടുത്ത മാസം 5-നാണ് മോചന ഹർജി വീണ്ടും പരിഗണിക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ നിയമസഹായ സമിതി ഭാരവാഹികളായ സിദ്ദീഖ് തുവൂർ, അബ്ദുള്ള വല്ലാഞ്ചിറ, സുരേന്ദ്രൻ കൂട്ടായി, സെബിൻ ഇക്ബാൽ, മുനി പാഴൂർ, നവാസ് വെള്ളിമാടുകുന്ന്, കുഞ്ഞോയ് എന്നിവർ പങ്കെടുത്തു. ഇസ്മായിൽ പയ്യോളി, 24 റിയാദ്. ആവേശത്തിരിളക്കി GCC കപ്പ് ഫുട്ബോളിന് സമാപനം. വാശിയേറിയ മത്സരത്തിൽ കോസ്റ്റൽ ട്രിവാൻഡ്രം ചാമ്പ്യന്മാരായി. ടൈ ബ്രേക്കറിലാണ് ടോപ്പ് 10 ഒമാനെ മറികടന്നത്. പവർ ഗ്രൂപ്പ് UAEയുടെ നേതൃത്വത്തിൽ ഈ മാസം 10 മുതൽ 13 വരെ ദുബായ് പോലീസ് ക്ലബ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടന്നത്. ദുബായ് പോലീസിന്റെ പോസിറ്റീവ് സ്പിരിറ്റ് കൗൺസിലിന്റെ സഹകരണത്തോടെ നടന്ന GCC കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ കോസ്റ്റൽ ട്രിവാൻഡ്രം ചാമ്പ്യന്മാരായി. ടൈ ബ്രേക്കറിൽ 3-നെതിരെ 4 ഗോളുകൾക്ക് ടോപ്പ് 10 ഒമാനെ പരാജയപ്പെടുത്തിയാണ് കോസ്റ്റൽ ട്രിവാൻഡ്രം കിരീടം സ്വന്തമാക്കിയത്. നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി സമനില പാലിച്ചതിനെ തുടർന്നാണ് ടൈ ബ്രേക്കർ വേണ്ടി വന്നത്. സെമിയിൽ ടോപ്പ് 10 ഒമാൻ ക്ലബ് ഡി സ്വാറ്റ് മാൾട്ടയെയും കോസ്റ്റൽ ട്രിവാൻഡ്രം അജ്മാൻ അൽസബ ഹസ്ലേഴ്സിനെയുമാണ് തോൽപ്പിച്ചത്. മത്സരത്തിന് മികച്ച പിന്തുണയാണ് ലഭിച്ചതെന്നും മറ്റ് GCC രാജ്യങ്ങളിൽ മത്സരം ഉടൻ സംഘടിപ്പിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. നിറഞ്ഞ ഗാലറികൾ ഞങ്ങൾ പൊതുവെ ഇതിനാദ്യം മുതലേ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും പ്രതീക്ഷിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. കാരണം അറിയാലോ, ഇതൊരു ക്ലബ് വികാരം അല്ലെങ്കിൽ ഒരു നാട് വികാരം എന്നതിനേക്കാൾ ഉപരി ഞങ്ങളെ ലക്ഷ്യം ഇത് തന്നെയായിരുന്നു, സേന ടു ടെക്സ്. അത് 100% വിജയിച്ചിട്ടുണ്ട് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഇതിന്റെ അടുത്ത സീസൺ വരുന്നത് റിയാദിൽ വെച്ചിട്ടാണ് 2026-ൽ. അതിനുശേഷം ഖത്തറിൽ 2027-ൽ തന്നെയാണ്.
ഇതൊരു തുടക്കം മാത്രമാണ്. ഇത് ചരിത്രത്തിന്റെ ഭാഗമാകാൻ പോകുന്ന ഒരു ഈവന്റ് തന്നെയാണ്. കോസ്റ്റൽ ട്രിവാൻഡ്രത്തിലെ ഫൈസൽ മികച്ച കളിക്കാരനായും ജോൺ മികച്ച വിദേശ കളിക്കാരനായും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതേ ടീമിലെ ഷിജിനാണ് ടോപ്പ് സ്കോറർ. ടോപ്പ് 10 ഒമാനിലെ രതിൻ ലാലിനെ മികച്ച ഡിഫൻഡറായും ഷഹബാസിനെ മികച്ച ഗോൾ കീപ്പറായും തെരഞ്ഞെടുത്തു. ട്രോഫിക്കൊപ്പം ചാമ്പ്യന്മാർക്ക് 25,000 ദിർഹവും റണ്ണേഴ്സ് അപ്പിന് 10,000 ദിർഹവും സമ്മാനിച്ചു. 24 ദുബായ്. പ്രവാസികളെ അവരുടെ മാതൃരാജ്യവുമായി കൂട്ടിയിണക്കാനും സാംസ്കാരിക വൈവിധ്യം പ്രോത്സാഹിപ്പിക്കാനും സൗദിയിലെ ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റി വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ആഘോഷമേള തുടരുന്നു. ഇനിയുള്ള 4 ദിവസം ഇന്ത്യക്കാർക്കായുള്ള കലാവിരുന്നും രുചിമേളയും അരങ്ങേറും. പാസ്പോർട്ട് ടു ദ വേൾഡ് എന്ന പേരിൽ ആരംഭിച്ച പരിപാടിയിൽ ഇന്ത്യ ഉൾപ്പെടെ 4 രാജ്യങ്ങൾക്കാണ് കലാ സാംസ്കാരിക പ്രകടനങ്ങളുമായി ആഘോഷിക്കാനുള്ള അവസരമൊരുക്കിയിരിക്കുന്നത്. സൗദിയിലെ അൽകോബർ ഇസ്കാൻ പാർക്കിൽ ആരംഭിച്ച പാസ്പോർട്ട് ടു ദ വേൾഡ് എന്ന പ്രവാസികളുടെ ആഘോഷമേളയിലെ ഇനിയുള്ള 4 രാവുകൾ ഇന്ത്യൻ സാംസ്കാരികതയുടെയും കലാവിരുന്നുകളുടെയും ഒരു സംഗമഭൂമിയായി മാറും. ഇന്ത്യ ഉൾപ്പെടെ സുഡാൻ, ഫിലിപ്പീൻസ്, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾക്ക് വേണ്ടിയാണ് സൗദി ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റി സർവ്വ സൗകര്യങ്ങളും വേദിയും ഒരുക്കി ആഘോഷമേള ഒരുക്കിയിരിക്കുന്നത്. അൽകോബാറിലെ ഇസ്കാൻ പാർക്കിൽ ആരംഭിച്ച പാസ്പോർട്ട് ടു ദ വേൾഡ് ആഘോഷമേളയിൽ ഇന്നു മുതൽ ഏപ്രിൽ 19 വരെ ഇന്ത്യക്കാർക്കായുള്ള കലാവിരുന്നും രുചിമേളയും അരങ്ങേറും. കലാവിഷ്കാരങ്ങൾ, രുചി വൈവിധ്യങ്ങൾ, പരമ്പരാഗത കരകൗശല പ്രദർശനം തുടങ്ങി വ്യത്യസ്ത പരിപാടികളായിരിക്കും അരങ്ങേറുക. We are coming to our second level, which is Indian community, which we are going to start from today, 16th, 17th, 18th and 19th. So we have with us a lot of big stars coming, so please don't miss the show. And we will request you to come with your families to attend the show. There are a lot of other activities happening around in this park. You have cultural zone, you have community zone, you have bazaar, you have many other activities other than the stage, so you can enjoy. The artists are already here. They're pretty excited to perform for you guys. So make sure you come and encourage the spirit of the artist by enjoying the event. 4 ദിവസവും വൈകിട്ട് 4 മണി മുതൽ പരിപാടികൾ ആരംഭിക്കും. പ്രവേശനം പൂർണ്ണമായും സൗജന്യമാണ്. സൗജന്യ പാസിന് vbook.com എന്ന ആപ്പിൽ രജിസ്റ്റർ ചെയ്യണം. 4 ദിവസങ്ങളിലും ഇന്ത്യയിൽ നിന്നുള്ള നിരവധി കലാകാരന്മാരാണ് പരിപാടികൾ അവതരിപ്പിക്കുക. ജാവേദ് അലി, പ്രീതി ബാല, വർഷ പ്രസാദ്, സജ്ലി സലീം, പൂജ കന്തൽവാൾ എന്നിവരുടെ ഗാന സദസ്സോടെയാണ് ഇന്ത്യൻ ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകുക. ഋഷി സിംഗ്, അർമാൻ മാലിക്, ആര്യൻ തിവേരി, ദിവ്യ എസ് മേനോൻ, എമിവെ ബന്ധായി, ബിസ്വ, ദിവ്യ എസ് മേനോൻ, പ്രിയൻഷി ശ്രീവാസ്തവ എന്നിവരും മറ്റു ദിവസങ്ങളിൽ പാട്ടുകളുടെ വിസ്മയം തീർക്കും. നാടോടി രൂപങ്ങൾ, തുണിത്തരങ്ങൾ, പ്രകൃതി ഘടകങ്ങൾ, വാസ്തുവിദ്യ എന്നിവയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഏകീകൃത ദൃശ്യ രൂപകൽപ്പനയിലൂടെയും പ്രതിഫലിക്കുന്ന സംയോജിത അനുഭവമാണ് പാസ്പോർട്ട് ടു ദ വേൾഡ് വാഗ്ദാനം ചെയ്യുന്നത്. ഓരോ പവലിയനിലും പരമ്പരാഗത വസ്ത്രങ്ങളും അനുബന്ധ ഉപകരണങ്ങളും, നൃത്ത പ്രകടനങ്ങളും, വൈവിധ്യമാർന്ന ഭക്ഷണങ്ങളും, കരകൗശല വസ്തുക്കളും അടക്കമുള്ള സാംസ്കാരിക ഘടകങ്ങൾ പ്രദർശിപ്പിക്കാനായി പ്രത്യേക സ്ഥലങ്ങളും ഒപ്പം തുറന്ന ചന്തയും ഒരുക്കിയിട്ടുണ്ട്. സുബൈറുദ്ദീനൂർ, 24 ദമാം. വെൽക്കം ബാക്ക് ടു ഗൾഫ് ഫോക്കസ്. 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ലഹരിക്കും അക്രമത്തിനുമെതിരെ നടത്തുന്ന കേരള യാത്ര പര്യടനം തുടരുന്നു. VPS Lakeshore presents SKN40, presented by VPS Lakeshore, co-presented by Lulu Group India, Ujala Fabric Conditioner, co-powered by MyG Future, Xylem Learning App, Indian Institute of Commerce, Lakshya, Leela Ravis. Celebrating partners, Joya Lucas, Jain Deemed to be University, Kochi, Crown Plaza, Kochi, VKC Dibon, Swayamvara Silks, NIMS, a unit of NI Educational Trust, MGM Group of Educational Institutions, Medimix, Rich Max Finvest, Region Care, Benny's Royal Tours Private Limited, Pyramid Agro Multi-State Cooperative Society Limited, G-Tech Computer Education, Milma, New Rajasthan Marbles. അരുത് ലഹരി, അരുത് അക്രമം എന്ന മുദ്രാവാക്യവുമായി 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നടത്തുന്ന സംസ്ഥാനതല യാത്ര പര്യടനം തുടരുന്നു. ബാലുശ്ശേരിയിൽ ജനസാഗരത്തെ സാക്ഷിയാക്കി നടന്ന പൊതുപരിപാടിയോടെ 2 ദിവസം നീണ്ട കോഴിക്കോട് ജില്ലയിലെ യാത്ര അവസാനിച്ചു. സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖരാണ്
ലഹരിക്കെതിരായ യാത്രയ്ക്ക് ഐക്യദാർഢ്യവുമായി രംഗത്തെത്തിയത്. കോഴിക്കോട് മുക്കത്തു നിന്നാണ്. മുക്കം വളരെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ്. മുക്കത്തെ കുറിച്ച് ആശുക്ക് എന്തൊക്കെ മനസ്സിലാക്കി? മുക്കം പഴയ വ്യാപാര കേന്ദ്രമാണ്. മുക്കം എരവഴിഞ്ഞിപ്പുഴയുടെ തീരത്തുള്ള ഒരു നഗരമാണ്. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയായ ഇരവഞ്ഞിപ്പുഴയോരത്ത് നിന്നും ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയോടുകൂടിയാണ് ഇന്നത്തെ പര്യടനം ആരംഭിച്ചത്. പോലീസ്, എക്സൈസ്, അഗ്നിരക്ഷാസേന, വ്യായാമ കൂട്ടായ്മകൾ, സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ, വ്യാപാരി സംഘടനകൾ എന്നിവർ പങ്കാളികളായി. മുക്കം എന്ന ഗ്രാമത്തെ പരിശുദ്ധ പ്രണയത്തിലൂടെ ലോകത്തെ അറിയിച്ച കാഞ്ചനമാല ഓർമ്മകൾ പങ്കുവച്ചു. ലഹരിവിരുദ്ധ പോരാട്ടത്തിലുള്ള പിന്തുണയും അറിയിച്ചു. ലഹരിക്കെതിരെ ഞങ്ങൾ എന്നും എതിരാണ്. സലാം എടുക്കേണ്ടിയൊക്കെ ആയിട്ട് ഞങ്ങൾ എത്രയോ പ്രവർത്തനം നടത്തി ഒരുപാട് ആളുകളെ മദ്യത്തിൽ നിന്ന് മുക്താക്കി. ഞങ്ങളെന്നും ലഹരിക്കെതിരാണ്. ലഹരി നമ്മളെ സേവനമാണ് ഞങ്ങളെ ലഹരി. ഇപ്പം പണ്ട് പ്രണയമായിരുന്നെങ്കിൽ ഇപ്പം സേവനം. വിവിധയിടങ്ങളിൽ നടന്ന പര്യടന പരിപാടികളിൽ ലഹരിക്കെതിരെ SKN സന്ദേശം നൽകി. നിങ്ങളൊക്കെ നമ്മുടെ കൂടെ കട്ടക്ക് സപ്പോർട്ടോ? റോട്ടറി കുറച്ച് വർഷമായിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. എഫക്റ്റീവ് പാരന്റിംഗ് എപ്പോഴും എല്ലായ്പ്പോഴും എല്ലാവർക്കും നല്ല പ്രമേയം പാസാക്കി റോട്ടറി ലഹരിക്കെതിരെ. ഇത്ര നല്ലൊരു പ്രോജക്റ്റ് കേരളത്തിൽ നിന്ന് ഓളമായിക്കൊണ്ടിരിക്കുകയാണിത്. പ്രൗഡ് ഓഫ് യു സർ. കാരണം റോട്ടറി മുക്കം മാത്രമല്ല, കൃത്യമായിട്ട് നേരത്തെ അതെ അതെ. യുവാക്കളെ പ്രൊഫഷണലുകളാക്കുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലക്ഷ്യ ചെരുപ്പ് നിർമ്മാണത്തിൽ ആഗോളതലത്തിൽ കയ്യൊപ്പ് ചാർത്തിയ VKC, GTech കമ്പ്യൂട്ടർ സെന്റർ, മൈജി എന്നീ സ്ഥാപനങ്ങളിലും SKN40 കേരള യാത്രയെത്തി. ബാലുശ്ശേരിയിൽ നടന്ന പൊതുപരിപാടിയിൽ വൻ ജനപങ്കാളിത്തം. കേരളയാത്ര നാളെ മുതൽ 2 ദിവസം കണ്ണൂരിലും 19-ന് കാസർഗോഡും പര്യടനം നടത്തും. 20-ന് വൈകിട്ട് 4 മണിക്ക് കോഴിക്കോട് കടപ്പുറത്താണ് യാത്രയുടെ സമാപനം. 24 കോഴിക്കോട്. ലഹരിക്കെതിരെയുള്ള SKN40 കേരള യാത്ര കോഴിക്കോട് സമാപിച്ചു. ലഹരിക്കെതിരെ ശക്തമായ നിലപാടുമായി മൈജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മൈജി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ AK ഷാജി SKN പൊന്നാട അണിയിച്ച് ആദരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും ജീവനക്കാരും ചേർന്ന് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. അരുത് അക്രമം, അരുത് ലഹരി എന്ന മുദ്രാവാക്യവുമായി SKN നടത്തുന്ന കേരളയാത്രയ്ക്ക് കോഴിക്കോട് ജില്ലയിൽ വൻ സ്വീകാര്യതയാണ് ലഭിച്ചത്. ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡായ മൈജി യാത്രയ്ക്ക് ആശംസകളുമായി എത്തി. മൈജി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ AK ഷാജി യാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഞങ്ങൾക്കും ഏറ്റവും വലിയൊരു സന്തോഷമുണ്ട്. SKN40 അക്രമത്തിനും അതേപോലെ ലഹരിക്കെതിരെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും, ലോകത്തിലാദ്യം. അപ്പൊ വളരെ ഞങ്ങൾക്ക് അതിന്റെ ഒരു പാർട്ടാകാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. തെണ്ടയാടുള്ള മൈജിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ വിദ്യാർത്ഥികളുമായും അധ്യാപകരുമായും ജീവനക്കാരുമായും SKN സംവദിച്ചു. കുട്ടികളുണ്ടാക്കിയോ ഇതെല്ലാം? എയറിന്റെ ഡയറക്ഷൻ, പിന്നെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, പിന്നെ നമുക്ക് ത്രോട്ടിൽ കൊടുക്കണമെങ്കിൽ സാറൊന്ന് ഹോൾഡ് ചെയ്യാൻ ഫീൽ ചെയ്യും. അതിന്റെ സ്ട്രെങ്ത് ശക്തിയായിട്ട് കൊടുത്തിട്ടാണ്. തുടർന്ന് ചടങ്ങിൽ പ്രമുഖ ടെക് ബ്രാൻഡായ ഷവോമിയുടെ പുതിയ X Pro സീരീസ് QLED TV ശ്രേണിയുടെയും ലേറ്റസ്റ്റ് മോഡൽ AI ഫോണായ ഷവോമി 15ന്റെയും കേരളത്തിലെ ആദ്യ ലോഞ്ച് നടന്നു. അപ്പോൾ നിങ്ങളുടെ വിവരങ്ങളെല്ലാം വിളിച്ചു പറയാൻ ഈ സ്പെഷ്യൽ ഫോൺ നമ്മൾ ഉപയോഗിക്കും. നമ്പർ ഉടനെ അറിയിക്കും. ഷവോമി കൺട്രി ഹെഡ് സാജു രക്തം ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും ജീവനക്കാരും ചേർന്ന് ലഹരിക്കെതിരെ പ്രതിജ്ഞ ചൊല്ലി. 24 കോഴിക്കോട്. എൻ്റെ മുകളിൽ SK പൊറ്റക്കാടാണ്, നിങ്ങൾക്കറിയാം, ലോകസഞ്ചാരി. അദ്ദേഹത്തെ സാക്ഷിയാക്കി ഞാൻ ഒരു കാര്യം പറയുകയാണ്. അടുത്ത 20-ാം തീയതി 30 ദിവസം നീണ്ടുപോയ SKN40യുടെ അന്തിമമായി ഒരു മഹാസമ്മേളനം കോഴിക്കോട് കടപ്പുറത്ത് നടക്കുകയാണ്. ഒരേ ശബ്ദത്തിൽ അറബിക്കടലിൻ്റെ ഇരമ്പിയാർക്കുന്ന ആവേശത്തിൽ നമ്മൾ വിളിച്ചു പറയും, അവസാനത്തെ MDMA കാലം കേരളത്തിൽ വേര് പിടിക്കില്ല. ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് കോഴിക്കോട് കടപ്പുറത്ത് 1 ലക്ഷം ആളുകൾ പങ്കെടുക്കുന്ന ഈ ജനറാലിയിൽ നിങ്ങളും അണിചേരണം. വരിക, കോഴിക്കോടേക്ക് വരിക. ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക്. VPS ലേക്ക് ഷോർ SKN40 കേരള യാത്ര സമാപനം. ഈ വരുന്ന ഞായറാഴ്ച വൈകുന്നേരം 4 മണി മുതൽ കോഴിക്കോട് കടപ്പുറത്ത്.
ഗൾഫ് ഫോക്കസിലേക്ക് വീണ്ടും. വഖഫ് ഭേദഗതി നിയമത്തിൽ നിർണായക ഇടപെടലുമായി സുപ്രീം കോടതി. വഖഫായി പ്രഖ്യാപിച്ച സ്വത്തുക്കൾ അല്ലാത്തതാക്കി മാറ്റരുതെന്നാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ നിർദ്ദേശം. കളക്ടർമാർക്ക് അന്വേഷണം നടത്താമെങ്കിലും തുടർ നടപടി പാടില്ല. വഖഫ് കൗൺസിലിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഒഴികെയുള്ളവർ മുസ്ലിങ്ങൾ തന്നെയാകണമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ഇടക്കാല ഉത്തരവ് സംബന്ധിച്ച് നാളെ സുപ്രീം കോടതിയിൽ വാദം തുടരും. ഉപയോക്താവ് വഴിയോ ആധാരം മുഖേനയോ കോടതി ഉത്തരവ് വഴിയോ വഖഫായ സ്വത്തുക്കൾ അതല്ലാതാക്കരുത് എന്നാണ് സുപ്രീം കോടതിയുടെ പ്രധാന നിർദ്ദേശം. വഖഫ് കൗൺസിലിൽ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഒഴികെയുള്ളവർ മുസ്ലിങ്ങൾ തന്നെയാകണമെന്നും സുപ്രീം കോടതി നിർദ്ദേശമുണ്ട്. മുസ്ലിങ്ങളെ ഹിന്ദുമത ട്രസ്റ്റുകളുടെ ഭാഗമാക്കാൻ അനുവദിക്കുമോ? വഖഫ് എന്ന് ഒരു വ്യക്തി പറഞ്ഞ വസ്തു രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമ ഭേദഗതിക്ക് ശേഷം ആ ഭൂമിയുടെ പദവി എന്തായിരിക്കും? ഭൂമി സംബന്ധിച്ച തർക്കമുണ്ടെങ്കിൽ അതിൽ ആരാണ് തീരുമാനമെടുക്കുക? തർക്കമുള്ള ഭൂമിയുടെ സ്വഭാവം സംബന്ധിച്ച് കലക്ടറുടെ തീരുമാനം വരും വരെ അത് വഖഫ് ഭൂമിയല്ലെന്ന് പറയുന്നതിന്റെ ന്യായമെന്ത് തുടങ്ങിയ ചോദ്യങ്ങൾ കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി ഉന്നയിച്ചു. ഇന്ന് ഇടക്കാല ഉത്തരവിടാൻ സുപ്രീം കോടതി ഒരുങ്ങിയെങ്കിലും നാളെ വാദം കേട്ട ശേഷം ഇടക്കാല ഉത്തരവിറക്കാമെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്രത്തിനു വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത എതിർത്തു. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ജസ്റ്റിസുമാരായ സഞ്ജയ് കുമാർ, KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ച് നാളെ 2 മണിക്ക് ഹർജികളിൽ വീണ്ടും വാദം കേൾക്കും. സുപ്രീം കോടതി വിധികൾ റദ്ദാക്കാൻ പാർലമെന്റിന് അധികാരമില്ലെന്നും വിധികളുടെ അടിസ്ഥാനത്തിൽ നിയമനിർമ്മാണത്തിന് മാത്രമേ കഴിയൂ എന്നും ഹർജികൾ പരിഗണിക്കുന്നതിനിടെ സുപ്രീം കോടതി നിരീക്ഷിച്ചു. വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട് പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിലുണ്ടായ സംഘർഷത്തിൽ സുപ്രീം കോടതി ആശങ്ക രേഖപ്പെടുത്തി. 24 ഡൽഹി. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ജനസാഗരം തീർത്ത് മുസ്ലിം ലീഗ്. മുനമ്പത്തെ ജനത്തിനൊപ്പമെന്ന് ആവർത്തിച്ച സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ വിഷയം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുന്നുവെന്നും കുറ്റപ്പെടുത്തി. മുനമ്പം വിഷയം പരിഹരിക്കാതെ നീട്ടിക്കൊണ്ടുപോകുന്നത് സംസ്ഥാന സർക്കാരാണെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പോരാട്ടം തുടരുമെന്ന് ആവർത്തിച്ചു വ്യക്തമാക്കുന്നതായിരുന്നു കോഴിക്കോട് കടപ്പുറത്തു കണ്ട ജനസാഗരം. നിയമം നടപ്പാക്കുന്നതിന് വിമർശനങ്ങളും എതിർപ്പും ഏറെയുണ്ടായിട്ടും അതിന് വില കൽപ്പിക്കാതെ ഭൂരിപക്ഷത്തിന്റെ ഹുങ്കിൽ കേന്ദ്ര സർക്കാർ നിയമം പാസാക്കിയെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. വർഗീയത അടിച്ചേൽപ്പിക്കുന്ന ബില്ലുകളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. പാർലമെന്റിനെ ദുരുപയോഗം ചെയ്യുകയാണ്. മുനമ്പ് ഭൂമി വിഷയം ചർച്ചകളിലൂടെ പരിഹരിക്കപ്പെടേണ്ടതാണ്. മുനമ്പത്തെ ജനത്തിനൊപ്പമാണ് മുസ്ലിം ലീഗ്. മര്യാദക്ക് ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന പ്രശ്നമാണ്. പക്ഷേ അവിടെ അതങ്ങനെ നീട്ടിക്കൊണ്ടുപോയി പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് കൊണ്ടുപോയി രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുവാനാണ് ഇപ്പോൾ രണ്ട് ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻപത്തെ അതല്ല ആവശ്യം. അവിടെ ചർച്ച നടത്തി ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കുവാനാണ് കേരള ഗവൺമെന്റ് തയ്യാറാക്കേണ്ടത്. മുനമ്പം വിഷയത്തിൽ പരിഹാരം കാണാതെ നീട്ടിക്കൊണ്ടുപോവുകയാണ് കേരള സർക്കാർ. ജനത്തിന് ഇതെല്ലാം മനസ്സിലാകും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇതെല്ലാം പ്രതിഫലിക്കുമെന്നും PK കുഞ്ഞാലിക്കുട്ടി. അടുത്ത് നടക്കാൻ പോവുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. അവിടെ ഈ പറഞ്ഞ പ്രബല മതവിഭാഗങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നു, നിങ്ങൾക്ക് അവിടെ എത്ര വോട്ട് കിട്ടും എന്ന് നമുക്ക് കുരുക്ഷേത്രത്തിൽ കാണാം. കാത്തിരുന്നോ, നിങ്ങളെ പൊട്ടുകുത്തിച്ചു. കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ബൈരഗൌഡ, തെലങ്കാന വനിതാ ശിശുക്ഷേമ മന്ത്രി ധൻസാരി അനസൂയ സീതാക്ക എന്നിവർ മുഖ്യാതിഥികളായി. മുസ്ലിം ലീഗ് ദേശീയ സംസ്ഥാന നേതാക്കളും പങ്കെടുത്തു. 24 കോഴിക്കോട്. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.